നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെ അപഗ്രഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിങ്ങക്കൂറുകാരായ മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ്. ചിങ്ങക്കൂറിലെ നക്ഷത്രമായ മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ്. ചിങ്ങക്കൂറുകാരായ മകം നക്ഷത്രക്കാർക്ക് വ്യാഴം 11ലും, ശനി 8ാം ഭാവത്തിലും, രാഹു വിവാഹഭാവത്തിലും, കേതു ജന്മഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ 2026 വ്യാഴം 12ാം ഭാവത്തിലേക്കും ജന്മഭാവത്തിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. മകം നക്ഷത്രക്കാർക്ക് പുതുവർഷം ഗുണദോഷ സമ്മിശ്രമാണ്. ആദ്യ പകുതി വളരെ ഗുണപ്രദവും ശേഷം സമ്മിശ്രവുമായിരിക്കും. ചിങ്ങക്കൂറുകാരായ മകം നക്ഷത്രക്കാർ ശനിയുടെയും രാഹുകേതുക്കളുടെയും അനുകൂല ഭാവത്തിൽ അല്ലാത്ത സ്ഥിതി നിമിത്തം ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ്. വിവാഹ തടസ്സങ്ങളും വീട്ടിൽ ഭാര്യയോടും അമ്മയോടുമൊക്കെ കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾ നിമിത്തം മാനസികമായി യാതൊരുവിധ സന്തോഷവുമില്ലാത്ത അവസ്ഥ കൂടി ഇവർ അനുഭവിച്ചു വന്നിട്ടുണ്ടാകും. കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ, കൂട്ടുകെട്ടിലെല്ലാം ചെന്നകപ്പെട്ട് പഠന നിലവാരം കുറയുകയോ, അതല്ലെങ്കിൽ താൻ അറിയാത്ത തെറ്റിന് കോടതി വ്യവഹാരങ്ങൾ നേരിടേണ്ടതായിട്ടുമെല്ലാം വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരമായാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരുന്നത്. പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷ ഫലം എന്നത് ഗൃഹയോഗം കൈവരും എന്നതാണ്. പുതിയ വർഷത്തിൽ വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം വാങ്ങുന്നതിനും അതല്ലെങ്കിൽ അതിനുള്ള ലോണുകളെല്ലാം പാസാക്കി എടുക്കുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കെ അതിൽ ചില തടസ്സങ്ങൾ വന്നിരുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വീട് പണി പുനരാരംഭിക്കുന്നതിനും താമസം തുടങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. കുറെ കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണങ്ങളെല്ലാം വാങ്ങുന്നതിനും 2026 ഇടയാകും. വ്യാഴം ലാഭസ്ഥാനത്തായതിനാൽ ധനപരമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ ശ്രമിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല അപ്രതീക്ഷിതമായി കുടിശ്ശികയായി കിടന്ന പണം തിരികെ ലഭിക്കാനും ഇടയുണ്ട്. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ തുടങ്ങുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. 7ലെ രാഹു തെറ്റായ തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ബിസിനസ് സംബന്ധമായി വലിയ മുതൽ മുടക്കുകൾ നടത്തുന്നതിന് മുൻപ് വിദഗ്ധോപദേശം തേടുക. ഇവർക്ക് മനസ്സാൽ അറിയാത്ത ചില തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിന് ഇടയാകാവുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ആവശ്യങ്ങൾക്കായും അനാവശ്യങ്ങൾക്കായും ഒരുപാട് യാത്രകൾ ചെയ്യേണ്ട അവസ്ഥയും വന്നുചേരും. തൻ്റെ സുഹൃത്തുക്കളോട് ഇടപഴകുമ്പോഴും ജോലി സ്ഥലത്ത് സുഹൃത്തുക്കളോടോ മറ്റോ പെരുമാറുമ്പോഴും ദേഷ്യത്തെ പരമാവധിയും കുറയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വർഷത്തിന്റെ 2ാം പകുതിയിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ശിക്ഷണ നടപടികൾ നേരിടേണ്ടതായും വന്നേക്കാം. മകം നക്ഷത്രക്കാർക്ക് കുട്ടികളുടെ കാര്യത്തിൽ മികച്ച സമയമാണ്. 11ലെ വ്യാഴം 5ാം ഭാവത്തിലേക്ക് നോക്കുന്നതിനാൽ കുട്ടികളുടെ പഠനത്തിലോ ഉദ്യോഗത്തിലോ വലിയ പുരോഗതി ഉണ്ടാകും. കുട്ടികളില്ലാത്തവർക്ക് അതിനുള്ള ഭാഗ്യം തെളിയുന്ന സമയമാണ് 2026 ആദ്യ പകുതി. എന്നാൽ മകം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര ഫലമാണ്. 11ലെ വ്യാഴം ബുദ്ധിശക്തി നൽകുമെങ്കിലും അഷ്ടമശനിയും ജന്മകേതുവും ഏകാഗ്രത കുറയ്ക്കാൻ കാരണമാകും. പരീക്ഷകളിൽ വിജയിക്കാൻ പതിവിലും കൂടുതൽ പരിശ്രമം വേണ്ടിവരും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. ജോലി സംബന്ധമായി
PSC പഠിച്ച് ഒരുപാട് കാലമായി ജോലിക്കായി കാത്തിരുന്ന ആളുകൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയം കൂടിയാണ്. എന്നാൽ ചില ഉദ്യോഗാർത്ഥികൾ വർഷത്തിന്റെ പകുതിക്ക് ശേഷം തങ്ങളുടെ പഠനത്തിലെ വിരസത നിമിത്തം പഠനം ഉപേക്ഷിച്ച് പുതിയ ജോലികൾ അന്വേഷിച്ച് ഇറങ്ങുന്നതിനും ഇടയാകും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് സാമുദായികമായോ മറ്റോ ചില പദവികൾ ലഭിക്കുന്നതിനും ഇടയാകും. പൊതുജനങ്ങൾക്കിടയിൽ തനിക്ക് സ്വീകാര്യത കൈവരുന്നത് ഇവർക്ക് അനുഭവവേദ്യമാകും. എന്നാൽ ജനപ്രീതി വർദ്ധിക്കുമെങ്കിലും വ്യാഴമാറ്റ ശേഷം അനാവശ്യമായ ആരോപണങ്ങൾക്കോ വിവാദങ്ങൾക്കോ സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് വലിയ വിപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ചില ഉപാസനാദി കാര്യങ്ങളെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുകൂലമായ ഒരു സമയമാണിത്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തതിന്റെ കാരണം അന്വേഷിക്കുക നിമിത്തമോ സ്വന്തം കാര്യലാഭത്തിനു വേണ്ടിയോ ഉപാസനകളോ മറ്റോ ഇവർ ഈ സമയത്ത് ആരംഭിക്കുന്നതാണ്. മകം നക്ഷത്രക്കാർക്ക് കടവും മറ്റും വന്ന് ഭവിച്ചേക്കാവുന്ന സമയമാണെങ്കിലും അത്തരം കടത്തെ പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും. വീഡിയോ തുടരുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF, അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കേണ്ട ധനദേവത, ധനലഗ്നം, ഉപാസനാമൂർത്തി, ജാതകയോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ജനന തീയതി, ജനന സ്ഥലം, ജനന സമയം, AM PM അടക്കം വാട്സപ്പ് ചെയ്യുക. മകം നക്ഷത്രക്കാർക്ക് പൊതുവെ മാനസികമായി വ്യസനം അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും. സാമൂഹികമായോ ജോലി സംബന്ധമായോ മറ്റോ പലവിധേന തടസ്സങ്ങളും ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കും. 11 വ്യാഴം നിങ്ങളുടെ ശത്രുക്കളെ അമർച്ച ചെയ്യാൻ സഹായിക്കും. എങ്കിലും 7 രാഹുവും 8 ശനിയും കാരണം രഹസ്യ ശത്രുക്കളിൽ നിന്നും ചതികളിൽ നിന്നും ജാഗ്രത പാലിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. രോഗം, ശത്രു, കടം എന്നിവയെ അതിജീവിക്കുന്നതിനായി ഒരു ജ്യോതിഷിയുടെ സഹായത്തോടു കൂടി ചില പ്രതിക്രിയകളോ പരിഹാര കർമ്മങ്ങളോ എല്ലാം ഇവർ ഈ വർഷത്തിൽ ചെയ്യുന്നതാണ്. കല, സാഹിത്യം, നൃത്തം, രചന മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ കൈവരുന്ന ഒരു സമയം കൂടിയാണിത്. താൽക്കാലികമായി തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാകുന്നതിനും ഇടയാകും. തന്റെ എല്ലാ പ്രവൃത്തികളിലും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ, ഉന്നത സ്ഥാനമാനങ്ങൾ എന്നിവയെല്ലാം ലഭിക്കാവുന്ന ഒരു സമയമാണിത്. ചെറിയ തൊഴിലുകളും മറ്റും ചെയ്തിരുന്നവർ തന്റെ കർമ്മമേഖല വികസിപ്പിക്കുന്നതിനും മറ്റുമായി പുറത്തുനിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കുകയോ മറ്റോ ചെയ്യുകയും തന്റെ തൊഴിലിനെ പരമാവധി വിജയിപ്പിക്കുന്നതിനായി കഠിന പരിശ്രമം നടത്തുകയും ചെയ്യും. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരുകയും തന്റെ കീഴിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ശിക്ഷണം കൊടുക്കുന്നതിനുമെല്ലാം വരുന്ന വർഷത്തിൽ അവസരങ്ങൾ ഉണ്ടാകും. ഇവരുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടതാണ്. മോഷണ സാധ്യത വളരെയധികം ഉള്ള ഒരു സമയമാണിത്. കുടുംബപരമായ സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങളും കേസുകളും മറ്റും ഉണ്ടാകുന്നതിനും മധ്യസ്ഥ ചർച്ച മുഖേന അവയെല്ലാം പരിഹരിക്കുന്നതിനും സാധ്യതയുണ്ട്. താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണിത്. ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമെന്നോണം ചില ദാനധർമാദി കാര്യങ്ങളും തീർത്ഥ സ്നാനവും മറ്റും ചെയ്യുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി വ്യാപരിക്കാൻ ഇടയാകുന്നതുമാണ്. 7 രാഹുവും ജന്മകേതുവും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ആദ്യ പകുതിയിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം. എന്നാൽ 7 രാഹു നിൽക്കുന്നതിനാൽ ബന്ധങ്ങളിൽ ദുരൂഹതകൾ കടന്നുകൂടാതെ നോക്കണം.
ഇവർക്ക് പൊതുവെ വിദേശയാത്രയ്ക്ക് അത്ര അനുകൂലമായ സമയമല്ല ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്കും മറ്റും പോകുന്നവർ ജോലിയെ സംബന്ധിച്ചും അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ പറ്റിയും നല്ല രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം യാത്ര പോകാൻ തയ്യാറാകുക. എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും സ്വന്തം തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ നിൽക്കുന്നതിനും അത്തരം കാര്യങ്ങളിലെല്ലാം വിജയം പ്രാപ്തമാകുന്നതിനും ഇടയാകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്തുന്നതിന് ഇടയാകുന്ന സമയമാണിത്. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നതാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിൻ്റെ പ്രധാന കാരണം ശനിദോഷമാണ്. ശനിദേവനെ നിത്യവും പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശനിയുടെ അതിദേവതയായ ശാസ്താവിനെ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. കൂടാതെ വ്യാഴവും മകവും വരുന്ന ദിവസങ്ങൾ നേരത്തെ തന്നെ കലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ച് അത്തരം ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ വിഷ്ണുവിന് പാൽപായസം വഴിപാട് ചെയ്യുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങളെല്ലാം മാറി കിട്ടുന്നതിനും ഇടയാക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.